കൊച്ചി മെട്രോ സ്റ്റേഷനിലെ കോൺക്രീറ്റ് ഇളകി. എളംകുളം മെട്രോ സ്റ്റേഷനിലെ തൂണുകളിലും ബീമുകളിലുമാണ് കോൺക്രീറ്റ് ഇളകി കമ്പി തെളിഞ്ഞ രീതിയിൽ കാണപ്പെട്ടത്. അപകടം ഒഴിവാക്കാൻ ബീമുകൾ വലകെട്ടി സുരക്ഷിതമാക്കിയിരിക്കുകയാണ്. സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിക്ക് പ്രശ്നങ്ങളില്ല എന്നും അറ്റകുറ്റപ്പണികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും കൊച്ചി മെട്രോ അധികൃതർ അറിയിച്ചു. എളംകുളം മെട്രോ സ്റ്റേഷൻ ബീമുകളിൽ നിന്നും തൂണുകളിൽ നിന്നും കോൺക്രീറ്റ് അടർന്നു വീഴാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി എന്നാണ് നാട്ടുകാർ പറയുന്നത്. അടർന്നു വീണ ഇടങ്ങളിൽ തുരുമ്പെടുത്ത കമ്പികൾ തെളിഞ്ഞു കാണാം. അവ മറയ്ക്കാൻ പെയിന്റ് ചെയ്തിരിക്കുന്നു. ദിവസേന 1000-ഓളം വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് താഴെ. വാഹനങ്ങൾക്കും യാത്രക്കാർക്കും മേലെ കോൺക്രീറ്റ് അടർന്നു വീണ് അപകടമുണ്ടാവാതിരിക്കാൻ വലകെട്ടി സുരക്ഷിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ആശങ്കയിലാണ് ജനങ്ങൾ. അവനെ മൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല. കാരണം അത് കാണട്ടെ, ജനങ്ങൾ കാണട്ടെ. എൻ്റെ സുരക്ഷയെപ്പറ്റി ആശങ്കയുള്ളവരാണ് എല്ലാവരും. അത് പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾ എത്രയും വേഗം വേണം. മോളിൽ കൂടെ ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് മെട്രോയിൽ. താഴെക്കൂടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ യാത്രക്കാരുടെ എണ്ണം 1000 ഒന്നും ആയിരിക്കില്ല. ഒരു വണ്ടിയിൽ ഒരാളായിട്ട് മാത്രമേ ആരും യാത്ര ചെയ്യുന്നില്ല. 10,000-കണക്കിന് ആൾക്കാരാണ് വന്നു പോകുന്നത്. എറണാകുളത്തിൻ്റെ ഏറ്റവും തിരക്കേറിയ ഒരു നഗരവീതി തന്നെയാണെന്ന് പറയാം. ഇത് കടവന്ത്ര മെട്രോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എലംകുളം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒത്തിരി ജനതാന്ത്രതയേറിയ ജനത്തിരക്കുള്ള ഒരു റോഡും കൂടിയാണ്. ജനങ്ങളിൽ വലിയ ആശങ്കയുണ്ട്. ഇത് അധികാരികളുടെ മുമ്പിൽ എത്തിക്കുക, എത്രയും പെട്ടെന്ന് ഇതിനുള്ള പരിഹാര ശ്രമങ്ങൾ കണ്ടെത്തട്ടെ. മെട്രോയുടെ 2ാം ഘട്ട നിർമ്മാണത്തിലാണ് ഈ ഭാഗം നിർമ്മിച്ചത്. ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ കോൺക്രീറ്റ് അടർന്നു വീണതിൽ നിർമ്മാണത്തിൽ അപാകതയുണ്ടോ എന്നാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ചോദ്യം. എന്നാൽ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട സമയം ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നതായി മെട്രോ അധികൃതർ പറഞ്ഞു. പരിശോധനയിൽ മെട്രോ തൂണുകളുടെയും ബീമുകളുടെയും സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെന്നും അറ്റകുറ്റപ്പണികൾ ഉടൻ ആരംഭിക്കുമെന്നും KMRL വ്യക്തമാക്കി. ജനം, കൊച്ചി.